ഗസ് ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൗരി ശങ്കറും അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഗൗരിനെ കാണുന്നില്ല. ശങ്കർ തേടി പോകുമ്പോഴത്തേക്കും ഗൗരി പ്രസാദമൊക്കെ മേടിച്ചിട്ട് നാലമ്പലത്തിൻ്റെ അകത്ത് കുറച്ചുകൂടെ കയറി നിന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എനിക്കെന്നും എൻ്റെ ശങ്കറിൻ്റെ കൂടെ ഇതുപോലെ തന്നെ ജീവിക്കാൻ പറ്റണമെന്ന് ശങ്കർ ഇത് കേട്ടുകൊണ്ട് വരുവാണ്. എന്നിട്ട് ശങ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇടി ചുള്ളത്തി ഇനി വിഷമിക്കേണ്ട, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മഹാദേവൻ എന്തായാലും കേട്ടിട്ടുണ്ട്, ഈ ശങ്കർ ഭായി അത് സാധിച്ചു തരാട്ടോ എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്കും ഗൗരിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഗൗരി ശങ്കറിൻ്റെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തിട്ട് രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. വെളിയിലെത്തുമ്പോഴത്തേക്കും വീണ്ടും ഗൗരി ചോദിക്കുന്നുണ്ട്, എന്താ ശങ്കർ സർപ്രൈസ്, ഇനിയെങ്കിലും പറയാമെന്ന് പറയുവാണ്. അപ്പം ശങ്കർ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ പറയാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൗരി പറയും, ശങ്കർ എന്നെ പറ്റിക്കുക എന്ന് പറഞ്ഞ് പിണങ്ങുവാണ് കേട്ടോ. പിണങ്ങുന്ന സമയത്ത് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പറ്റിക്കുമൊന്നുമല്ല. ഗൗരി ഒറ്റ തവണയും കൂടെ ചോദിക്കുക, ഞാൻ പറയാമെന്ന് പറയുവാണ്. അപ്പോൾ ഗൗരി വീണ്ടും ചോദിക്കും. പിന്നെയും ശങ്കർ അതേപോലെ തന്നെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും വേണീനെയാണ്. ആദർശ് പയ്യെ വാക്കർ പിടിച്ച് നടക്കാൻ നോക്കുന്നുണ്ട്. തളർന്നിട്ട് കൈക്ക് വേദന എന്ന് പറഞ്ഞിരിക്കുമ്പം വീണ്ടും വേണി പറയുന്നുണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് പരിശ്രമിച്ചാലേ നടക്കുള്ളൂ ആദർശേട്ടാ. എനിക്ക് ചാരങ്ങാട്ട് തൃശ്ശൂർക്ക് പോകുന്ന സമയത്ത് വോട്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ആദർശേട്ടനെ കൊണ്ട് പോയി നിൽക്കേണ്ട കേട്ടോ എന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് പറയും, നീ വിഷമിക്കേണ്ട, എനിക്ക് കൈക്ക് വേദന ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ശ്രമിച്ചോളാം, നീ ആരുടെ മുമ്പിൽ ഇനി നാണം കണ്ടു വരാൻ എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയതല്ലേ എന്ന് പറഞ്ഞ് അവർ രണ്ടും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുവാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശങ്കറിനോട് ഗൗരി ചോദിക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഒന്ന് പറ ശങ്കു എന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ പറയും, ഞാൻ പറയുകയില്ല എന്ന് പറയുകയാണ് കേട്ടോ. സർപ്രൈസ് അല്ലേ പെണ്ണേ, അല്ലെങ്കിൽ അതിനെന്താ രസം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗൗരിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ. അമ്പലമാണെങ്കിലും ഗൗരി ശങ്കറിൻ്റെ ഷോൾഡറിൽ കടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശങ്കർ പറയും, ഇതെന്താ ഇത്, നാട്ടുകാരെല്ലാം കാണുമല്ലേ, നീ കയറി ഗൗരി നമുക്ക് പോവാമെന്നും പറഞ്ഞ് ഗൗരീനെയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ അകത്തോട്ട് ഗൗരിയും ശങ്കറും കൂടെ കയറി ചെല്ലുവാണ് കേട്ടോ. കയറി ചെല്ലുമ്പോഴത്തേക്കും ഗൗരി ചോദിക്കുന്നുണ്ട്, നമ്മളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശങ്കർ പറയുന്നത്, ഇതാണ് സർപ്രൈസ്, LLBക്ക് ചേരണമെങ്കിൽ ഒരു എൻട്രൻസ് എഴുതണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗരി ചോദിക്കും, ശങ്കറിനാണോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ പറയും, ഞാനിനി 8ാം ക്ലാസ്സും പാസ്സായി, 10ഉം പാസ്സായി, +2ഉം പാസ്സായി, ഈ എൻട്രൻസ് എഴുതിയൊരു വക്കീലാകുമ്പോൾ കുറേ കാലമാവുമല്ലേ, ഇത് നിനക്ക് വേണ്ടിയിട്ടാന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഗൗരി പറയും, ചുമ്മാ പറയുമല്ലേ, ഇവിടെ നമ്മൾ ആരോ കാണാൻ വേണ്ടി വന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കർ പറയും, അല്ല എൻ്റെ പെണ്ണെ, ഞാൻ അജിത്തിനെ വിട്ട് ഫോം എല്ലാം മേടിച്ചുകൊണ്ട് വന്നു, നീ ഇത് ഫില്ല് ചെയ്ത് ഇത് കൊടുക്കണം. നിൻ്റെ പല ഇതിനു മുമ്പിലത്തെ പ്രവർത്തികൾ കണ്ടപ്പോഴും നിൻ്റെ പെരുമാറ്റവും ഇതെല്ലാം കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നീ ഒരു വക്കീലാവേണ്ട ആളാണെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൗരിക്ക് ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷമൊക്കെ വരുവാണ് കേട്ടോ. എന്നിട്ട് ഗൗരി പറയുകയാണ്, ഞാൻ ഒരിക്കലും ഓർത്തില്ല ശങ്കർ ഇനി തുടർന്ന് പഠിക്കാൻ പറ്റുമെന്ന്. എന്ന് പറയുമ്പോൾ ശങ്കർ ഭായി പറയുന്നുണ്ട്, പിന്നെ എന്നും വീട്ടിൽ മുറിയിൽ നിന്ന് സാരി ഉടുത്ത് അടുക്കളയിൽ നിന്ന് സാരി ഉടുത്ത് മുറിയിലോട്ട് നടന്നാൽ മതിയോ പെണ്ണേ, ഇടയ്ക്കൊക്കെ പുറത്തേക്ക് കൂടെ ഇറങ്ങണ്ടേ, തൃശ്ശൂർ റൗണ്ടിലൊരു ഫേമസ് വക്കീലാവേണ്ടേ നിനക്കെന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൗരിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുവാണ്. ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട്, ആരും കാണണ്ട, ഒരു ഉമ്മ ഇങ്ങ് താന്ന് പറയും. അപ്പോഴേക്കും ഗൗരി ഇത് പബ്ലിക് പ്ലേസ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ശങ്കർഭായി പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങ് താന്ന് പറയണം കേട്ടോ. അപ്പം ഗൗരി പിടിച്ച് നമ്മൾ ശങ്കർഭായിനെ ഒന്ന് നുള്ളുന്നുണ്ട് കേട്ടോ. ശങ്കർഭായി പറയും, സിനിമയിലെ പോലെ ഒരു ഉമ്മ തന്നാൽ മതി, പക്ഷേ കൈ തന്നാൽ മതിയിരുന്നു കേട്ടോ എന്ന് പറയുവാണ്. അപ്പോൾ ശങ്കറിന് ഗൗരി കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രൊഫസറിൻ്റെ വീടാണ്. പ്രൊഫസർ അവിടെ ഇരിക്കാൻ നേരത്ത് നന്ദിനി അമ്മ പ്രൊഫസറിന് ഒരു കപ്പ് ചായയും കൊണ്ട് വരുവാണ് കേട്ടോ. ആ സമയത്ത് പ്രൊഫസറിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പ്രൊഫസർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നന്ദിനി അമ്മ ചോദിക്കുന്നുണ്ട്, എത്ര തവണയാണ് ശ്യാമേട്ട ഫോൺ എടുക്കുമെന്ന് പറയുമ്പോൾ ശ്യാമേട്ടൻ എടുക്കുന്നില്ല. അപ്പം നന്ദിനി അമ്മ പറഞ്ഞ് ഗൗരിയെ വിളിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, ഞാൻ എന്തായാലും എടുക്കുകയെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗൗരി ഫോൺ എടുത്തിട്ട് ചോദിക്കും, അമ്മ അച്ഛൻ എന്തിയാ എന്ന് ചോദിക്കുമ്പോൾ പറയും, അത് അച്ഛൻ ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നന്ദിനിയമ്മയോട് ഗൗരി പറയും, കുഴപ്പമില്ല, അമ്മ എന്തായാലും കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ശങ്കർ എന്നെ വക്കീലാകാൻ വേണ്ടി പഠിപ്പിക്കാൻ പോകാമെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ആ സമയത്ത് ശങ്കർഭായി ഫോം മേടിച്ചിട്ട് പറയുകയാണ്, ഗൗരിയെ ഞാൻ പഠിപ്പിക്കാൻ പോകാം കേട്ടോ, ഇത്രയും പഠിപ്പിച്ച പ്രൊഫസറിൻ്റെ മോളല്ലേ, കുറേ ശിഷ്യന്മാരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ സ്വന്തം മോൾ അവിടെ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് തുടങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് നന്ദിനിയമ്മ ഇതെല്ലാം നമ്മുടെ പ്രൊഫസറിനോട് പറയുകയാണ് കേട്ടോ. രണ്ടുപേരുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമുണ്ട്. അവർ പരസ്പരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്